എന്റെ പൊന്നെ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുക നിങ്ങളെ കണ്ടില്ലല്ലോ. നമ്മുടെ മുരുകൻ കാട്ടാക്കടയാണ്. അപ്പൊ എങ്ങനെയുണ്ട്? വളരെ ഗംഭീരം, സന്തോഷം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം പറ്റുമ്പോൾ ആലോചിക്കും ഒരു കണ്ണട വേണമെന്ന്. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുക്കുമ്പോഴല്ലേ അതിന്റെ ഒരു കുഴപ്പം ഉണ്ടെന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഗംഭീരമായി പോകുന്നു, മനോഹരമായിട്ട്. നല്ല സംഘാടനം വളരെ ഗംഭീരം, നല്ല രീതിയിൽ കൃത്യം, പിഴവുകളില്ല, ചിട്ടപ്പെടുത്തിയ ഗംഭീരമായിട്ടുണ്ട്. മക്കൾ ആഘോഷിക്കുന്നു. നമ്മൾ ഈ ചൂരൽമലയിലൊക്കെ നടന്ന അതിഗംഭീരമായ ദുരന്തങ്ങളെയെല്ലാം നമ്മൾ നമ്മുടെ ആനന്ദങ്ങൾ കൊണ്ട്, സന്തോഷം കൊണ്ട് അതിജീവിക്കുന്നതിന്റെ അതിഗംഭീരമായ കാഴ്ചകളാണ് കാണുന്നത്. മനോഹരമായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരിക്കണമല്ലോ അല്ലേ? അതായത് ഒറ്റ മാത്ര കൊണ്ട് അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അല്ലെ, അത് തീർച്ചയായിട്ടും കന്നഡ ഭക്ത അതൊക്കെ ഈ മദ്യപാരായണ രംഗത്ത് കുട്ടികൾ ധാരാളമായി ചെല്ലുന്നതാണ്. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. നിങ്ങൾക്കറിയുന്നത് പോലെ കാഴ്ചകൾ കണ്ടുമടുത്താൽ കന്നഡ വേണമെന്ന് പറഞ്ഞ കവിയത്രിയാണ്. ഓക്കെ മകളെ, എവിടെ ഏത് സ്കൂളിൽ നിന്നാ? ഒന്ന് ശക്തിപരമാണ്. ഭക്ഷണം കഴിക്കും. നിങ്ങളെല്ലാം ഒരു സ്കൂളാണോ? സ്കൂളാ അല്ലേ? സ്കൂള് എന്തായി? റിസൾട്ട് എന്തായി? എന്താ അവതരിപ്പിക്കുന്ന ഐറ്റം? പഴയ നൃത്തം. ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണ്? പണിയ സമുദായത്തിലുള്ള ആണോ? അപ്പൊ തുടങ്ങിയാലോ? ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. സോറി, സമയപരിമിതിയാണ്. മക്കളെ ഇത് പിടിച്ചോളൂ, എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുത്തേ. ഓക്കെ. ഓ